3-4 നേന്ത്രപ്പഴം ഇങ്ങനെ എടുത്തിട്ടേ അതിൻ്റെ തോല് ഇങ്ങനെ കളഞ്ഞിട്ട് ഇതുപോലെ ചകചകചകാന്ന് അരിഞ്ഞെടുക്കുക. ഇത് കട്ട് ചെയ്യുമ്പം ചകചകാന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഒരു ദോശക്കല്ലെടുത്ത് അങ്ങോട്ട് അടുപ്പിലേക്ക് വെക്കാം. നമ്മളെടുത്ത് ഈ റെക്ടാങ്കിൾ ഷേപ്പുള്ള ഈ സംഭവമുള്ള കേട്ടോ, പണ്ട് ഉണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, മൂപ്പർക്ക് ഇരിക്കാനേ 1 ഏക്കർ സ്ഥലം വേണം. എവിടെ വെക്കും എന്നുള്ളത് ഇന്നൊരു ആശയക്കുഴപ്പാട്ടോ. നെയ്യിൽ അങ്ങോട്ട് വാട്ടിയെടുക്കാം. ഇവിടെ ഒരാൾ എക്സാമിൻ്റെ ദിവസം എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് പിന്നെ കഴിക്കുന്ന സാധനമാണ് കേട്ടോ. ഒരു കുട്ടി പാത്രത്തിൽ ഈ പഴം വാട്ടിയതും പിന്നെ ഇതാ ആ അരികിലിരിക്കുന്ന ഫ്ലാസ്ക് ഉണ്ടല്ലേ, അതിനകത്ത് കുറച്ച് ചായയും. പുള്ളിയുടെ ഒരു വീക്ക്നെസ് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ അറിയില്ല, ഉത്തരങ്ങളൊക്കെ നിർഗളമായിട്ട് പ്രവഹിക്കുന്ന പറഞ്ഞ്. എൻ്റെ അമ്മയെ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, കടിച്ചപ്പൊട്ടാത്ത വാക്ക് ശരിയാണോ എന്തോ, പണ്ട് മലയാളം ക്ലാസ്സിൽ ആരോ പഠിപ്പിച്ചൊരു ഓർമ്മ. അതെ, ഇതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മലയാളത്തിലുള്ള ചില വാക്കുകളൊക്കെ പറയുമ്പോണ്ടല്ലോ ഒരു പേടി കേട്ടോ, ഇത് ശരി തന്നെയാണോ പറയണമെന്നുള്ളത്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? മലയാളമൊക്കെ എഴുതിയിട്ട് എത്ര കാലമായി എന്നറിയടോ. മലയാളം മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷും ഞാനങ്ങനെ എഴുതാറൊന്നുമില്ല.